ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഞാൻ സ്റ്റേ ചെയ്തിട്ട് കിടന്നുറങ്ങി എണീച്ചു. പിന്നെ ടെൻ്റ് അടിച്ചില്ല, ആ ഒരു ബെഞ്ചിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പ്രശ്നമില്ല. ഞാൻ നല്ല ടയർഡായതുകൊണ്ട് നല്ല ഉറങ്ങി. സോ എണീച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് കുളിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എവിടെ കുളിക്കുന്നതെന്നറിയോ? ദേ ഇവിടെയാണ് കുളിക്കുന്നത്. ഇവിടെ ഒരു മറ പോലും ഇല്ല, ഒരു ടാപ്പിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് അയുണ്ട് ഇങ്ങനെ തൂക്കിയിടാൻ ഡ്രസ്സൊക്കെ. ഇവിടെ നിന്നാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. ഇവിടെ ബാത്റൂം ഇല്ല കേട്ടോ, അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് നിന്ന് കുളിക്കുന്നത്. എന്തോ അവിടെ ആ വെള്ളം ഒഴുകി പോകുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ചെളിവെള്ളമാണ് ഒഴുകുന്നത്. എനിക്കറിയില്ല എന്താണ് ചെളിവെള്ളം ഒഴുകുന്നതെന്ന്. ഇന്നലെയൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് വൈകുന്നേരം ഒഴുകിക്കൊണ്ടിരുന്നത്. മഴ പെയ്തോ എന്താണ്, അതുകൊണ്ടാണോ ചെളിവെള്ളം ഒഴുകുന്നത്? മേ ബി ആ ഏരിയയിലും എല്ലാം മഴ പെയ്താലും അവിടുന്ന് ചെളിവെള്ളം ഒഴുകുന്നതായിരിക്കും. ഇപ്പോൾ ഭയങ്കര ചെളിവെള്ളമാണ്. പക്ഷെ ഇന്നലെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി നല്ല തണുപ്പായതുകൊണ്ട് ആ ടൈമിൽ കുളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ കുളിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. ഇന്നലെ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ബാത്റൂമിൻ്റെ അവസ്ഥ അതാണ്. ഇത് പോകാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കുളിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എനിക്കറിയില്ല ഇവിടെ നിന്ന് എങ്ങനെ ഓപ്പണായിട്ട് കുളിക്കുക. ഇവിടെ നിന്ന് കുളിക്കുമ്പോൾ അപ്പുറത്തെ ആൾക്കാരൊന്നും കാണൂലേ? അങ്ങ് ദൂരെയൊക്കെ ഒരു വീടുണ്ട്, ആൾക്കാരൊക്കെ കാണൂലേ എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. ബാഗൊക്കെ പാക്ക് ചെയ്ത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു പൊട്ടാറ്റോൻ്റെ എന്തൊരു കറിയും തോർത്തിയുണ്ട്. ഞാൻ കഴിച്ചോട്ടെ, എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് ഒരു ഇതൊന്നുമില്ല. പകലാണ്, പക്ഷെ ഇവിടെ മൊത്തം ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയേക്കാം. എന്തോ ഒരു ടേസ്റ്റ്. പൊട്ടാറ്റോ ആണ്, വലുതാക്കിയിട്ട് അവർ കട്ട് ചെയ്തേക്കാം. പാപ്പാസ് എന്ന് പറയാം അവർ പൊട്ടാറ്റോന്. കഷ്ടപ്പെട്ട എങ്ങനെയും രണ്ടെണ്ണം കഴിക്കണം. ഈ ഒരുപാട് ഡീപ്പ് വില്ലേജിലെ ഫുഡുകൾ ഭയങ്കര ഡിഫറെൻ്റ് കേട്ടോ. അവരൊരു മസാല എന്നല്ല, ഒന്നും ആഡ് ചെയ്യില്ല. യൂഷ്വലി ഇവിടുത്തെ ഫുഡിലൊന്നും അങ്ങനെ മസാല ഉണ്ടാവില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഒന്നും പ്രത്യേകിച്ച് ഒരു ചോയില്ല. സ്ലോ ആയിട്ട് കഴിക്കാം. ടേസ്റ്റിന് വേണ്ടിയല്ല, എനർജിക്ക് വേണ്ടിയാണ് ഫുഡ് കഴിക്കുന്നത്. ഞാനിതപ്പോൾ ഇവരോടൊക്കെ ബായ് പറഞ്ഞ് ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഓക്കെ, ഗ്രാസിയാസ്, ഗോയിങ്. ബരിയാസ്, മീ ബരിയാസ്. ഓക്കെ ബൈ, ഗ്രാസിയാസ്, ബൈ. ഓക്കെ, ഇവർ രണ്ടുപേരാണ് അപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പാവമാണ്, ഞങ്ങൾ ട്രാൻസ്ലേറ്റിലൊക്കെ കുറേ സംസാരിച്ചു. പാവം, ആ കുട്ടിയെല്ലാം ഭയങ്കര പാവമാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ട്രാൻസ്ലേറ്റ് ഇടയ്ക്ക് കറണ്ട് പോവും, അതൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് പറഞ്ഞ് ചിരിക്കും. അങ്ങനെ അടിപൊളിയായിരുന്നു. ഓക്കെ ബൈ ബൈ, ഗ്രാസിയാസ്. സോ ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. എല്ലാം എടുത്തു എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ അവിടെയും ഇവിടെയും മറന്നു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മഴക്കാറാണ്, മഴ പെയ്യാൻ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല മഴ പെയ്യുമെന്ന്. ഇവിടുന്ന് ഇനി ബരിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ആക്ച്വലി ബരില്ലാസ് എന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വായിക്കുക. കാരണം BARARILLAS എന്നാണ്, അപ്പോൾ ബരില്ലാസ് എന്നാണ്. പക്ഷെ 2 L അവിടെ ഉണ്ടെങ്കിലും ആ 2 L സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ബരിയാസ് എന്നാണ് ഇവർ പറയുന്നത്. ബരിയാസ് അങ്ങനെ പറയുന്നത് കേട്ടോ. സോ ചെൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ബരിയാസിലേക്ക് വെറും 50 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഓഫ് റോഡാണ്, വണ്ടികൾ വളരെ കുറവായിരിക്കും. എപ്പോഴെങ്കിലാണ് വണ്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ഞാൻ എപ്പോഴാണ് എത്തുക എന്നുള്ളത്. പിന്നെ പണ്ടത്തെ കാലത്ത് ഇവിടെ വാറൊക്കെ നടന്നിട്ടുണ്ട്. ഈ മായൻസായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റും എന്താ പറയുക, ഹ്യൂമൻ റൈറ്റ്സ്, അങ്ങനെ കുറേ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഹിസ്റ്ററി ഞാൻ ഒരുപാട് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ എവിടെയോ ഇങ്ങനെ കണ്ടു. പിന്നെ 1-2 ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ പണ്ടത്തെ കാലത്ത് വാറൊക്കെ നടന്നൊരു സ്ഥലം കൂടെയാണ് കേട്ടോ ഇത്, ഈ ഒരു ചെൽ എന്ന് പറയുന്ന സ്ഥലം. CHEL. ആക്ച്വലി ഈ വില്ലേജ് ഒരു ലാസ്റ്റ് വില്ലേജാണ്, ഡെഡ് എൻഡ് ആണ്. അപ്പോൾ ഈ വില്ലേജിൽ നിന്ന് വണ്ടികൾ പോയാൽ മാത്രമേ എനിക്ക് വണ്ടി കിട്ടുള്ളൂ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അവിടെയൊക്കെ നല്ല മഴക്കാറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കയറ്റമാണ്, കയറിയിട്ട് വേണം പോകാൻ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ നിർത്തിയൊരു വണ്ടി ഇറങ്ങിയൊരു സ്ഥലമുണ്ട്, അവിടെ എത്തും. 14 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എന്താ ചെയ്യാമെന്നറിയില്ല. ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ ഇതുവഴി നടന്നാലും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. അല്ലേ നടക്കാം,
എന്തുവേണേ ചെയ്യാം. കയറ്റമാണ്, നടന്നാലും ഇവിടുന്ന് വരുന്ന വണ്ടി ഇതുവഴി പാസ് ചെയ്താലാണ് അവിടെ എത്തുള്ളൂ. നല്ല മണ്ണിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ ഇതുവഴി ഇപ്പോൾ നടക്കുകയാണ്. നിന്നിട്ടും കാര്യമില്ല, നടന്നിട്ടും കാര്യമില്ല. എന്നാലും ഞാൻ കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. വില്ലേജൊക്കെ കാണാമല്ലോ. ഈ വില്ലേജ് നോക്ക്, നല്ല രസമാണ് കേട്ടോ കാണാൻ. ഏറ്റവും മുകളിലൊക്കെയാണ് ഓരോ വീടുകളുള്ളത്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യാന്നറിയില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ക്ഷീണിച്ചു. നല്ല എക്സ്ട്രീം കയറ്റാ കണ്ടോ. അവിടെ നിന്നാണ് കയറിയത്. ഈ കയറ്റൊക്കെ കയറിക്കൊണ്ടിരിക്കുക. ഓരോ വില്ലേജിലെ ആൾക്കാരൊക്കെ ഞാൻ നോക്കി നിൽക്കാം അതിശയത്തോടു കൂടി. എനിക്കറിയില്ല ഞാനെപ്പത്തൂ എന്ത് ചെയ്യുമെന്ന്. മഴ കൂടുന്നേ കണ്ടാ, മഴ കൂടി. പിള്ളേരൊക്കെ ദേ കുട എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു റെയിൻകോട്ട് മേടിക്കണം ഞാൻ ഏതെങ്കിലും ഒരു സിറ്റിയിലെത്തുമ്പോൾ. നാട്ടിലും മഴയാണല്ലോ, നാട്ടിലും മഴ, ഇവിടെയും മഴ. ഹായ്. ഇവിടെ നാട്ടിൽ അതേ ക്ലൈമറ്റ്. അവിടെ മെയ് ലാസ്റ്റ് ആകുമ്പോൾ മഴ തുടങ്ങും. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഫുള്ള് മഴയായിരിക്കും. ഇപ്പോൾ സമ്മറായിരുന്നു, സമ്മർ തീരാൻ പോകുന്നു. ഇവിടെ പക്ഷെ മഴ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. കേരളത്തിൽ ഈ പ്രാവശ്യം നേരത്തെ സ്റ്റാർട്ട് ചെയ്തല്ലോ. ജൂണിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാറ് സ്കൂൾ തുറക്കുമ്പോൾ. ഇപ്പോൾ മെയ് ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇതേ ഒരു ഡോഗൊക്കെ മഴയത്ത് പോകണ്ടല്ലോ. ഞാൻ നനഞ്ഞു കേട്ടാ, നനഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മഴ കൂടിക്കഴിഞ്ഞാൽ ഈ റോഡും പ്രശ്നമാവും. ഇങ്ങനെ ഓഫ് റോഡല്ലേ, ഇത്രയും ചെളി. ഭയങ്കര പാടായിരിക്കും, വണ്ടിയും കിട്ടൂല. ഇന്നിവിടെ എവിടെയെങ്കിലും സ്റ്റക്കാവാനാ ചാൻസ്. ഞാൻ പോകുന്ന വഴി കണ്ടോ, കയറ്റം. ദേ ഇവിടെ നോക്കിയേ, കയറ്റം ഇറക്കും എല്ലാം. മഴ കൂടിയല്ലോ. ഞാൻ ഈ മഴ നനഞ്ഞുകൊണ്ട് കേട്ടോ. അങ്ങ് ദൂരേന്നാണ് ഞാൻ വന്ന്. ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്, കയറിയല്ലോ എന്നാലോചിക്കുക മഴ നനയാണ്ട്. പക്ഷെ ഡോഗ് ഉണ്ടെങ്കിൽ ഇപ്പം കടി കിട്ടും. ലൈവായിട്ട് നിങ്ങൾക്ക് കടി കാണാം. ഹലോ ഹലോ, ഡോഗിൻ്റെ സൗണ്ട് ഉണ്ട്. ഹലോ, ആരെങ്കിലും ഒന്ന് വായോ. ആരുമില്ലേ, ഡോഗിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഹലോ ഹലോ ഹലോ, ആരുമില്ല, ഡോഗ് മാത്രമുണ്ട്. ഹലോ, ഇവിടെ ആരില്ലെന്ന് തോന്നുന്നു. അവിടെ ഇല്ല. സോ ഇനി അങ്ങോട്ട് കഴിഞ്ഞാൽ വീടുകളില്ല, ഫുൾ കയറ്റം. ഇങ്ങനത്തെ റോഡ് മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. അവിടെ കയറി നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെയും ഡോഗ്. ഇവിടെ എവിടെ നോക്കിയാലും ഡോഗാ. ഡോഗ് ഫുൾ പ്രൊട്ടക്ഷനിലാണ്. ഇതുവഴി തന്നെ നടക്കാം. അതെ, ഇവിടെയുള്ള ഡോഗ് അപ്പുറമുള്ള ഡോഗ്സിനെ അറിയിക്കുന്നുണ്ട്. പോകുന്ന വഴിയൊക്കെ തന്നെ ആയിരിക്കും പണി. ഏതെങ്കിലും ഒരു വലിയ വടി കിട്ടുകയാണെങ്കിൽ കയ്യിലൊക്കാം. അയ്യോ, ഏതൊക്കെ സൈഡിൽ നിന്നോ, ഏതൊക്കെ സൈഡിൽ നിന്നോ. ഉറപ്പാ ഈ വില്ലേജ് കിടക്കുന്നതിന് മുന്നേ ഒരു കടി എനിക്ക് കിട്ടും, ഉറപ്പുണ്ടത്. മിണ്ടാണ്ടിരിക്കും, ഞാനതിനൊന്നും ചെയ്യാനല്ല. മഴ ആയതുകൊണ്ട് ദേ ഒരു വടിയും പിടിച്ച് ഞാനിവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കയറ്റാണ്. ഇപ്പോൾ വണ്ടി വന്നാലും നിർത്തുമോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഡോഗിനെ കാണാനില്ല, അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ നിൽക്കുന്നത്. ഇതാ ഈ ഒരു സ്പേസ് ഉണ്ട്. സാധാരണ ഇവിടെ ഡോഗ് ഉണ്ടാവേണ്ടതാണ്, ഇന്നിവിടെ ഡോഗിനെ കാണാനില്ല. ഞാൻ മഴ ആയതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. വണ്ടീൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അയ്യോ, വണ്ടി വണ്ടി വണ്ടി, ഞാനുണ്ട് 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 ഞാനുണ്ട്. ആ വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും ഭാഗ്യമാണ്. അവർ ചാഹുലിനാണ് പോകുന്നത്. ഞാൻ ചാഹുലിനാണല്ലോ ഇന്നലെ വന്നിട്ടുണ്ടായത്. ഇങ്ങോട്ട് ചാഹുലിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോൾ ഒരു മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ റൈറ്റിലേക്കും ഒരു ലെഫ്റ്റിലേക്കുമാണ്. ചാഹുലിലേക്കും ബരിയാസിലേക്കും സെയിം ദൂരമാണ്. ചാഹുൽ എത്തിക്കഴിഞ്ഞാൽ ഈസിയാണ് കുറച്ചുകൂടെ വണ്ടി കിട്ടാൻ. പക്ഷേ എനിക്ക് വേറെയും ട്രൈബിലെ ആൾക്കാരൊക്കെ കാണണം, അതുകൊണ്ട് ഞാൻ വേറെ അഡ്വഞ്ചറായിട്ടുള്ള റൂട്ട് തന്നെ ഒന്നുകൂടെ പോകുന്നത്. അവരിതാ അങ്ങോട്ട് പോയിട്ടുണ്ട്, ചാഹുലിലേക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. ഞാൻ ഇന്നലെ ഇതുവഴി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു വില്ലേജിലേക്ക്. സോ ഈ റോഡാണ് എനിക്ക് പോകേണ്ടത്, ബരിയാസിലേക്ക്. ഇപ്പം മഴയെല്ലാം പോയിട്ടുണ്ട്, എന്നിട്ട് നല്ല വെയിൽ വന്നു. വെറുതെ എന്നെ നനയ്ക്കാൻ വേണ്ടി മാത്രം വന്ന മഴയാണ്. കുറച്ച് നേരമായിട്ടോ ഞാനിവിടെ ഇങ്ങനെ മതിലും ചാരി ഇങ്ങനെ ഇരിക്കുവോ, റെസ്റ്റ് എടുക്കുവാണേ. കുറച്ചധികം നേരമായി, ഒരു അരമണിക്കൂറായെന്ന് തോന്നുന്നു. വലിയൊരു മതിൽ എന്ന് പറയുന്ന ഒരു മലയാണ്. മല വെട്ടി വെച്ചാണല്ലോ റോഡ് ഉണ്ടാക്കിയത്. ഇപ്പം ഇവിടെ സ്ഥലമുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ പോവും, അതൊക്കെ താഴേക്കാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ബൈക്ക് പോവും. പിന്നെ എന്താ പറയുക, വേറെന്താ പോകുന്നത്, ഒരു ട്രക്ക്, ഒരു പിക്കപ്പ് വാൻ പോയി. അവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടി എങ്ങോട്ടാണെന്തോ, അങ്ങോട്ടാണ് ഡയറക്ഷൻ കാണിക്കുന്നത് പോകുന്നത്. ഇങ്ങോട്ടാണെങ്കിൽ കയറാം. എന്നോടെന്തോ ചോദിക്കുന്നുണ്ട് ആള്. അയ്യോ, ഇങ്ങോട്ടാണല്ലോ.
¿A dónde? A Ilón, busco Ilón. Poquito español. Can I come with you? He perdido. Lift, lift. Vamos. Ah. Let's go. ഓക്കെ താങ്ക് യു. അവർ ഈലും എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. എനിക്ക് അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത ഡയറക്ഷനിലേക്ക് പോകാനുള്ളത്. പോകുന്ന വഴിക്ക് ഇതേ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ കാണാം കേട്ടോ. കണ്ടോ, ചെറുത് ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇവര് വഴിയൊക്കെ നോക്കി നോക്കി പോവാണ്. ഇവർക്ക് തന്നെ അറിയില്ല ഈലും എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞു. എനിക്ക് വില്ലേജാണ്. അവിടെ ഒരു മലേന്റെ മുകളിലൊരു വില്ലേജ് കാണുന്നുണ്ട്. അതാന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ടൊക്കെ കോടയാണ് കേട്ടോ. നല്ല കോട ഇറങ്ങുന്നുണ്ട് ആ സൈഡിലേക്ക്. ഇവരുടെ വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് എനിക്കറിയില്ല. പൊടിഞ്ഞടക്കാന്ന് തോന്നുന്നു. കടകടാന്ന് സൗണ്ട് ആവുന്നുണ്ട്. ഇവിടെ അടുത്ത വില്ലേജ് ക്രോസ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. സൊഡ്സിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജാണ് ഇപ്പൊ ക്രോസ് ചെയ്യുന്നത്. വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൊഡ്സിൽ ഇവരെന്തിനു പോകണേ എന്തോ എനിക്കറിയില്ല കേട്ടോ. സൊഡ്സിൽ ചാകും എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. വഴി ഭയങ്കര മോശം എല്ലായിടത്തും. ഉണ്ടോ മഴ ഉണ്ടോ? നോക്ക് വില്ലേജ് കിടക്കുന്ന നോക്ക് എങ്ങനെയാണെന്ന് ഹൈറ്റില്. കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മഴ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഡോഗിന്റെ കരച്ചിൽ എവിടെ നോക്കിയോ കേൾക്കുന്നുണ്ട്. ആ മലയിൽ നോക്കി ഓരോ വീടുകൾ നിൽക്കുന്നത് ഉണ്ട്. ആ വീടൊക്കെ മലേന്റെ കറക്റ്റ് നടുവിലൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. നല്ല രസമുള്ള വീടുകളാണ് ഇവിടെ എല്ലാം. ശരിക്കും ഇവരൊക്കെയാണ് എന്താ പറയാ വില്ലേജ് ലൈഫ് എന്ന് പറഞ്ഞ്. ഇവരൊന്നും സിറ്റി ആയിട്ട് ഇവർക്കും ഒരു ബന്ധമില്ല കേട്ടോ. ഇവരൊന്നും കുറുക്കമല സിറ്റിയിലേക്ക് തന്നെ പോയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ലൈഫായിരുന്നു ഇവിടെ. എൻ്റെ സിറ്റിയിലൊന്നും ഇവിടെ റേഞ്ച് ഇല്ല. ടിഗോന് മാത്രമാണ് റേഞ്ച് ഉള്ളൂ കേട്ടോ. നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എത്ര കണ്ടാലും മടുക്കുന്നില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ്, നൈസാണ്. കയറ്റം കയറിയത് എപ്പോൾ നിൽക്കുമോ എന്തോ എനിക്കറിയില്ല. എപ്പോഴാണ് നിൽക്കുക എന്നുള്ളത്. മഴക്കാറ് ഉണ്ട്. നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ക്ലൗഡ്സ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയും കുറേ പോകണം, എന്നാലാണ് ഞാൻ എത്തുള്ളൂ. ഇവരെന്നെ ആകെ ഒരു 14 കിലോമീറ്റർ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് വേറെ വണ്ടിയിൽ പോകണം. ചെടികളൊക്കെ നോക്കി ഇത്ര വൈബുള്ള വില്ലേജ്. നമുക്കൊരു കൊച്ചു നടന്നു പോകുന്ന അടിപൊളിയാ. എല്ലാവരും നടന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. ഇവർ ഈ നാട്ടിലുള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് തന്നെ ഓടിക്കാൻ അവർക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. ഇതുവഴി കണ്ടോ, വഴി കണ്ടോ, അതും കറങ്ങിക്കൊണ്ടിരിക്കുക. വണ്ടി പേടിയാവുന്നുണ്ട് എനിക്ക്. ശരിയായാൽ മതിയായിരുന്നു. കണ്ടോ വഴി കണ്ടോ, വഴിയാണ്. ഈ വഴി കൂടെയാണ് പോകുന്നത്. കല്ല് കണ്ടോ, സെൻട്രൽ അമേരിക്ക എങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിലൊരു സങ്കല്പം? സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് തന്നെ സിറ്റിയിൽ നല്ല റോഡാണ്. പക്ഷെ ഔട്ടറിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തിൻ്റെയും സിറ്റി അങ്ങനെയൊക്കെയാണ് നല്ലതുണ്ടാവുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മോശം റോഡായിരിക്കും ഉണ്ടാവുന്നത്. കണ്ടില്ല? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല റോഡല്ലേ? ഇങ്ങനത്തെ ഒരു റോഡ് പോലും ഇല്ല എവിടെയും. ഇപ്പോൾ മൂന്നാർ പോകുന്നതായാലും വാഗമൺ പോകുന്നതാണെങ്കിലും എത്ര നല്ല റോഡാ, എത്ര അടിപൊളിയായിട്ടുള്ള റോഡാണ്. ഇതുപോലെ തന്നെ ഹൈ റേഞ്ച് അല്ലേ? ഇങ്ങനെ ഹൈ റേഞ്ച് ഇതുപോലത്തെ റോഡുണ്ടോ എവിടെയെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ ഇങ്ങനെ മോശമായിട്ടുള്ള റോഡ്. മഴക്കാലത്ത് മാത്രം ചില സ്ഥലത്ത് മോശമുള്ള റോഡ് കാണും, അല്ലാത്ത എവിടെ ഇങ്ങനെ കാണാറില്ല. ഇത് നിങ്ങളിപ്പോൾ 3-4 ദിവസമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടവർക്കറിയാം ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. എത്രയോ കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് റോഡ്. ഇനിയിപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത വണ്ടി എടുത്ത് പോവുകയാണെങ്കിലൊക്കെ ഇതേപോലെ തന്നെ മോശം റോഡാണ്. അവിടെ എത്രയോ കിലോമീറ്റർ. ഇനി എപ്പോൾ ഞാൻ ഒരു ടാറിട്ട റോഡ് എത്തുന്ന പോലും എനിക്കറിയില്ല. ഇത് നോക്കി, ഈ മല മൊത്തം കൃഷി ചെയ്തേക്കുവാണ് കേട്ടോ. ഈ മലയിൽ ഇങ്ങനെ കാണുന്ന പുല്ലല്ല, അത് മൊത്തം കോണിൻ്റെ കൃഷിയാണ്. ഞാൻ നോക്കുക ഇതെന്താ ഒരു ചെടി വളർന്നേക്കുന്നതെന്ന്. ഫുൾ കോണിൻ്റെ കൃഷിയാണ് കണ്ടോ. മല മൊത്തം കോണിൻ്റെ കൃഷിയാണ്. നോക്കി,
കേറിയിട്ടൊക്കെ പോകുന്നത്. അവിടെ ഒരു വില്ലേജ് കണ്ടോ, ആ വില്ലേജ് ഒക്കെ ക്രോസ് ചെയ്തിട്ട് വേണം പോവാനായിട്ട് കേട്ടാ. എന്റെ അമ്മോ, വഴിയാണേ. റോഡ് എക്സ്ട്രീം മോശമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. എക്സ്ട്രീം സ്ലോ, അത്ര സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമുക്ക് പോകുന്ന വഴി കണ്ടോ, അതെ അതുവഴി വേണം പോവാനായിട്ട് കേട്ടാ. വില്ലേജ് ഒക്കെ കാണുമ്പോ തന്നെ എന്റെ അമ്മോ സമ്മതിച്ച്, ഇവിടുത്തെ ആൾക്കാരെ ഞാൻ സമ്മതിച്ച്. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം പോകുന്നു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്നും ഇവിടെ ജീവിക്കുന്നല്ലേ. ഇല്ലും എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് വരെ അവർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് താഴത്തേക്ക് ഇറക്കാം, നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് എനിക്കിനി വേറെ വണ്ടി നോക്കിയിട്ട് വേണം പോവാൻ. ഇന്ന് ലേറ്റ് ആയിട്ടുണ്ട്. മഴ പെയ്യും വെയിൽ വരും, മഴ പെയ്യും വെയിൽ വരും, ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. ഞാനപ്പോൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇത് കുറേ താഴേക്ക് ഇറങ്ങും, കുറേ മുകളിലേക്ക് കയറും, കുറേ താഴേക്ക് ഇറങ്ങും, കുറേ മുകളിലേക്ക് കയറും. അതുതന്നെയാണ് കേട്ടോ വില്ലേജ് മൊത്തം. ഇപ്പോൾ ഫുള്ള് താഴേക്കതേ. ഈ വില്ലേജിലേക്കൊക്കെ പോണ വഴി താഴേക്കാണ്. ഇതേ അങ്ങ് ദൂരമൊക്കെ ഒരു വില്ലേജ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്, കണ്ടാ. പട്ടികൾ പ്രശ്നക്കാരാണ്, പട്ടിൻ്റെ നോട്ടം തന്നെ ഡേഞ്ചറാണ്. പട്ടിയെ പേടിച്ചുകൊണ്ടുള്ള യാത്രയാണ് എൻ്റെ യാത്ര. ഇവിടെ ഒന്നും അങ്ങനെ പെട്രോൾ പമ്പ് കാണാറില്ല കേട്ടോ. അതേ ഇവിടെ ബ്ലാക്കിന് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനത് ആലോചിക്കുമായിരുന്നു ഇവർ എവിടുന്നാണ് പെട്രോൾ അടിക്കണേന്ന്. കാരണം കുറേ നേരമായിട്ട് ഒരു പെട്രോൾ പമ്പും ഇല്ല. ഇതുവഴി പോയിട്ട് കറങ്ങി അതേ അങ്ങോട്ട് എത്തണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതേ അവിടെ ഒരു വില്ലേജ് കണ്ടോ, ആ റോഡ് കണ്ടോ, ആ ഒരു മണ്ണ് റോഡിലൂടെ ഓട്ടോ ഒക്കെ പോകുന്നുണ്ട്. ആ റോഡിലൂടെ ആ വില്ലേജൊക്കെ കടന്നിട്ട് വേണം പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ മഴയുണ്ട് വെയിലുണ്ട്, കുറുക്കൻ്റെ കല്യാണം അപ്പം ഇന്ന്. അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. ഇങ്ങോട്ടുള്ള വഴി കൂടെയാണ് എനിക്ക് പോകാനുള്ളത് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങണം, അപ്പോൾ അത് തന്നെയാണ് ആ വഴി തന്നെ പോകേണ്ടത്. ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് ആ മല കയറി പോയിട്ട് അപ്പുറത്തേക്ക് കയറണം. ആകെ 38 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 38 കിലോമീറ്റർ പോകാൻ 3 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. വണ്ടി കിട്ടി ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഇന്ന് എത്തുമോ എന്നറിയില്ല. ഇത് നോക്കിക്കേ, ഓരോ വില്ലേജിലേക്കൊക്കെ ഇറങ്ങുന്നൊരു വഴി. വണ്ടിയൊന്നും വരുന്നില്ല കേട്ടോ. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികളൊന്നും പോകില്ല. അപ്പോൾ ഞാൻ ഏത് വില്ലേജിലെത്തുന്നോ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. കാരണം ഒരു 7 മണിയൊന്നും കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടി പോണേപ്പറ്റി ചിന്തിക്കുക വേണ്ട. ഇവർ ഒരു 6 മണിയാകുമ്പോൾ തന്നെ ഒരു രാത്രിത്തെ ഫുഡ് കഴിച്ച്, അല്ലെങ്കിൽ മാക്സിമം 8 മണിയാകുമ്പോഴേക്കും ഫുഡ് കഴിച്ച് കഴിയും രാത്രിത്തെ. എന്നിട്ട് അവർ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീക്കും. ഈ ഒരു പൂവ് ഞാൻ നമ്മളെ നാട്ടിലും കാണാറുണ്ട് കേട്ടോ. ഒരു ടൈപ്പ് ചെമ്പരത്തി പോലത്തെ ഒരു പൂവ് കണ്ടോ, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പൂവ്. നാട്ടിലെപ്പോഴും കാണുന്നൊരു പൂവാണ്. നാട്ടിൽ ഉള്ള പോലെ തന്നെ ചെടികളാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു തണുപ്പും ട്രോപ്പിക്കൽ ക്ലൈമറ്റും എല്ലാം കൂടെ ഉള്ള സ്ഥലമായോണ്ടാന്ന് തോന്നുന്നു. ഇവർ ട്രക്കിങ്ങിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നോക്ക് പോകുന്ന വഴി കണ്ടില്ല, എല്ലാം ഇങ്ങനത്തെ വഴികളാണ്. ഫുള്ള് എന്താ പറയുക, ചെറിയ വഴിയും കുത്തനെ ഇറക്കവും കുത്തനെ കയറ്റവും അങ്ങനെയുള്ള വഴികളാണ് മൊത്തം. ഈ മല വേണം എനിക്ക് കടന്ന് അപ്പുറം എത്താൻ കേട്ടോ. ഇരുണ്ട് കൂടി വരുന്നുണ്ട്. മേഘം നോക്ക്, മേഘം കണ്ടോ, കറുത്തിരുണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ മഴ പെയ്യുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യും. റോഡ് കണ്ടോ, ഇതാണ് റോഡ്. ഇതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. കണ്ടോ, എന്തോ ചെളിവെള്ളമൊക്കെ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ നനയാതെ എങ്ങനെ ചാടാൻ പറ്റും? ഇവിടെ ചവിട്ടാൻ പറ്റുമോ? അങ്ങോട്ട് ചാടാൻ വയ്യ, ബാഗ് വെച്ചിട്ട് ചാടിക്കഴിഞ്ഞാൽ പണിയാണ്. സൈഡിൽ കൂടെ പോവാം. നമ്മുടെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാട്ടോ. ഫ്രൂട്ട്സോ എന്തൊക്കെയോ വേസ്റ്റ് ഇട്ടിട്ട്. പോകുന്ന വഴിയുണ്ടോ, ഇതൊക്കെയാണ് വഴി. അത് കാണുമ്പോൾ വഴിയാണോ ഡെഡ് എൻഡ് ആണോ മനസ്സിലാവുന്നില്ല. അത്രയും ചെറിയ വഴിയാ കണ്ടാ. ഇതുവഴി വേണം പോവാൻ. ഓട്ടോറിക്ഷ അല്ലാണ്ട് വേറൊരു വണ്ടിയും വരുന്നില്ലല്ലോ. ഞാനിവിടെ ഒരു കല്ലുമ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യണേ? കുറേ നടന്നിട്ട് കാര്യമൊന്നുമില്ല. വണ്ടി അങ്ങോട്ട് കൊണ്ട്, വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല. വണ്ടി വരട്ടെ, വണ്ടി വരണവരെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് ആ ബാഗും അവിടെ വെച്ചിട്ട് ഞാൻ ഒരു കടയിൽ വന്നിട്ട് ഈ ഒരു സാധനം മേടിച്ചേക്കാണ്ട്. അവിടെ വേറെ ഒന്നുമില്ല, ആകെ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഈ കടയിൽ ഒന്നുമില്ല. എനിക്കാണ് വിശന്നിട്ട് ഇങ്ങനെ തളരുക, നടക്കാൻ പറ്റണല്ലോ. എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതിൽ പൊക്കോണ്ടിരിക്കാൻ മഴ പെയ്യുന്നുണ്ട്. ദേ കൊടയൊക്കെ നിർത്തി തുടങ്ങിയവര്. മഴ 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 മഴ. ഒരു കുഞ്ഞു പിള്ളേരാണ് കേട്ടോ. കൊച്ചു കരയുന്നൊരു കുഞ്ഞു ബേബി.
2 മാസം ഒന്നും ആയിട്ടുണ്ടോ അത്ര സീൻ വഴിയാണ് എന്റെ ഫോണ് കളക്കുന്നത് കാണുന്നുണ്ടോ എന്തോ ചേർത്ത് പിടിച്ചേക്കട്ടോ അവര് അപ്പൊ ചെറിയ കുട്ടിയുണ്ട് പിന്നെ ഒരു കുഞ്ഞു ബേബി ഉണ്ട് കേട്ടോ എനിക്കറിയില്ല അതെന്തേ ഏതോ ഒരു വില്ലേജിലേക്കാണ് അവര് സീൻ വഴി ചാടിയാണ് പോകുന്നത് എക്സ്ട്രീം ചാട്ടം ഫോണൊക്കെ ഞാൻ മുറുക്കി പിടിച്ചേക്കാട്ടോ ഫോണ വഴി കണ്ടില്ലേ സീൻ വഴിയാണ് അവരൊക്കെ നിലത്ത് വീണ് കേട്ടോ എങ്ങനെ ഈ കൊച്ചിനെ വെച്ച് ഇങ്ങനെ പോകുന്നു സമ്മതിച്ച് അയ്യോ എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഇവര് കുഞ്ഞിനെ വെച്ച് എങ്ങനെ പോണു എനിക്ക് പേടിയാവുന്നു കണ്ടിട്ട് സമ്മതിക്കണം അയ്യോ സമ്മതിക്കണം കേട്ടോ സമ്മതിക്കണേ ഇവരെ അമ്മോ ശരിക്കും ഇതിന്റെ കണ്ണ് കുത്തുവന്നോ കൊടെല്ലാം തുറന്നിട്ട് ഞാനാണെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സീൻ വഴിയാണ് സീൻ വഴി നല്ല മഴയെന്തേ അവരിവിടെ ഇറങ്ങിട്ടോ ആ കുഞ്ഞു കൊച്ചിനൊക്കെ വെച്ച് സമ്മതിച്ച് ഞാനിത് അവിടെ ഇരിക്കണോ മഴ കൂടി ഇവിടെ തന്നെ ഇതാ നനഞ്ഞ് വിഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട് വണ്ടി എവിടെ വരെ ഉണ്ട് അറിയില്ല കേട്ടോ ഇങ്ങോട്ട് കുറച്ചും കൂടെ ദൂരം പോകുന്നു നോക്ക് എൻ്റെ അമ്മോ സീന് മഴ ഇന്ന് മൊത്തത്തിൽ സീനായിട്ടുള്ള ദിവസമാണ് ഞാൻ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണോ അതോ കുറച്ച് ദൂരം കൂടെ പോകുന്നുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഓ മഴ മൊത്തം നനഞ്ഞ എൻ്റെ ബാഗൊക്കെ നനഞ്ഞ് ഓ ഇതെന്താ വേദന എടുക്കുന്നുണ്ടല്ലോ മഴ നനഞ്ഞ് ആള് പോകുന്നുണ്ടോ ഇല്ലേ അതും എനിക്കറിയില്ല ഞാൻ മഴയത്ത് നനഞ്ഞുകൊണ്ടിരിക്കുന്നേ ഞാനിതാ മൊത്തം നനഞ്ഞാട്ടോ പോകുന്നത് ഇത്ര നേരം നല്ല വെയിലല്ലായിരുന്നോ ഇപ്പൊ ഫുള്ള് മഴ നനഞ്ഞേ സീന് ഞാൻ ഫോണിലെ വീഡിയോ എടുക്കുന്നത് ഫോണില് മഴ നനഞ്ഞാലും പ്രശ്നമാണ് എല്ലാം നനഞ്ഞേ എന്റെ പാൻറ്റൊക്കെ നോക്കിയേ സീന് മൊത്തം മഴയത്താ ഞാൻ പോകുന്നത് വഴി സീനായിട്ടുള്ള വഴി പറയാൻ പറ്റുന്ന വേദന എടുക്കുന്ന മഴയത്താണ് സീന് വഴിയാണ് കേട്ടോ ഫുള്ള് നനഞ്ഞാട്ടോ ഞാൻ പോകുന്നത് എക്സ്ട്രീമായിട്ട് ഞാൻ ഫുള്ള് നനഞ്ഞു വഴിയൊക്കെ സീൻ വഴിയായിക്കൊണ്ടിരിക്കുക എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ കാരണം വഴിയെല്ലാം ഭയങ്കര മോശം ചെളി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ലാൻഡ് സ്ലൈഡ് ഒന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു വഴി കൂടെ ഞാൻ എങ്ങനെ പോകുന്നത് എനിക്കറിയില്ല അയ്യോ ഫുള്ള് മഴ എക്സ്ട്രീം മഴ കുറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറുത്ത കളറിൽ മേഘം കണ്ടപ്പോ ഫുള്ള് ചാടി എന്റെ നടുപൊടിയുന്നേ എന്റെ ഉപ്പാട്ട് ഇളകാറായി ചാട്ടം വഴിയല്ല സീൻ വഴിയാണ് മൊത്തതാണ് ചാട്ടം പോകുന്നത് ഇനി എന്നെ വേറെ ഏതോ വണ്ടിയിൽ കയറ്റൂല ആ മാറി വഴിയാണ് ഇവിടെ ഭയങ്കര വഴിയാട്ടോ അങ്ങോട്ടൊക്കെ നോക്ക് ഫുള്ള് പോകും ഫുള്ള് ഇതാണ് എനിക്കറിയില്ല കാണുന്നുണ്ടോ അതുപോലെ എനിക്കറിയില്ല അങ്ങനത്തെ വഴി കൂടെ അങ്ങനത്തെ മഴ നനഞ്ഞാ പോകുന്നു ബാക്കിലോട്ടോ ഫുള്ള് ഇരുട്ടാണ് മഴ എന്റെ പാസ്പോർട്ട് നനയുമല്ലോ എന്റെ ഫോണും പാസ്പോർട്ടൊക്കെ തീരെ അതാണ് പ്രശ്നം ബാക്കിയുള്ളതൊക്കെ പോലെ പ്രശ്നമല്ല പൈസ ഉണ്ട് പൈസ ഒക്കെ ഈ വേസ്റ്റ് ബോക്സിൽ ഇരിക്കുന്നത് വേസ്റ്റ് ബോക്സ് നനയുന്നു ഓ മഴ കൂടി ഇപ്പൊ ഫോണും കൂടെ പോയി കഴിഞ്ഞാൽ സമാധാനായി ഇന്നെന്നെ സൈഡിലേക്ക് കയറി നിന്നാണ് കേട്ടോ സൈഡിലായിട്ട് മഴയൊക്കെ ഉണ്ട് ഒരു മാറ്റമല്ലോ എല്ലാം നനഞ്ഞ് സീനായത് മഴ നോക്ക് എത്ര മഴയാണ് മഴ കുറയുന്ന മഴയല്ല ഇത് സീൻ മഴ തന്നെയാണ് ചെളി വെള്ളമാണ് വഴിയിലൊക്കെ നനയാനിനി ഒന്നും ബാക്കിയില്ല ഞാൻ മൊത്തം നനഞ്ഞു എക്സ്ട്രീമായിട്ട് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നും നനയാനിനി ബാക്കിയില്ല ആ വില്ലേജിലെല്ലാം ഇറങ്ങിയാൽ മതിയായിരുന്നു ഇറങ്ങിയില്ല വെള്ളമൊക്കെ കൂടി വരുന്നു വെള്ളം കൂടി വരുന്നു ചെളി കണ്ടോ
വെള്ളമൊക്കെ കൂടി വരുന്നത്. അരമണിക്കൂറോളം ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഒരു ഗ്രാമം എത്തിയപ്പോ തന്നെ ഞാൻ ഇവിടെ ഇറങ്ങി. ഇതിൽ നിന്നൊക്കെ വെള്ളം ഒഴുകുന്നത്. ആദ്യം ഞാൻ പാസ്പോർട്ട് എടുത്ത് മാറ്റട്ടെ. പാസ്പോർട്ടൊക്കെ നനഞ്ഞേക്കണത്. പാസ്പോർട്ട് എല്ലാം നനഞ്ഞട്ടാ. ഇതിനൊക്കെ വെള്ളം ഒഴുകുന്നത്. ഓ സീന്. ആദ്യം ഞാൻ വേസ്റ്റ് പോസ്റ്റ് ഇട്ട് ഒരു പ്രാണി. ഇതുണ്ട്, ഞാൻ മൊത്തം നനഞ്ഞു. മൊത്തം എന്റെ പാൻറ് നോക്കി നനയ ഒരു ബാക്കി സ്ഥലം പോലും ഇല്ലാട്ടാ. ഞാൻ അത്രക്ക് നനഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് നനഞ്ഞു. എന്റെ ബാഗൊക്കെ മൊത്തം നനഞ്ഞു. ഇതെല്ലാം ഒന്നും പൊങ്ങുന്നില്ല. എനിക്ക് വെയിറ്റ് എക്സ്ട്രീം വെയിറ്റ് ആയി. അത്ര വെയിറ്റ് ആയിട്ട് പൊക്കാൻ പറ്റുന്നില്ല. അത്ര അധികം വെയിറ്റ് ആയിട്ടാ ഫുള്ള്. ഇതേ ഇപ്പൊ മഴ കുറഞ്ഞേക്കണ്. ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇത്ര ഒരു പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയായിരുന്നു. എൻ്റെ പാസ്പോർട്ടൊക്കെ നനഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാൻ എന്തെങ്കിലും പ്രശ്നമാവുമെന്തോ. ഞാനത് ഇത് ഓൾറെഡി നനഞ്ഞിരിക്കുക. അതിപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അത് നനഞ്ഞിരിക്കുകയാണ്. ഇവരെനിക്ക് ഇടാൻ വേണ്ടി ഡ്രസ്സ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എടുത്ത് ബാക്കി എൻ്റെ ബാഗിലുള്ള ഉൾപ്പെടെ മൊത്തം നനഞ്ഞേക്കാണ്. അതെ എൻ്റെ ബാഗിലെ സാധനങ്ങൾ ഞാൻ മൊത്തം താഴെ വെച്ചേക്കാണ് കേട്ടോ. അതെ ബാഗ് കണ്ടോ മൊത്തം നനഞ്ഞേക്കാം. അതെല്ലാം ചെളിയുണ്ട്. അത് ഭയങ്കര ചെളിയായിട്ടാണ് ഇതിരിക്കുന്നത്. നമുക്ക് ദേ മാസ്ക് കണ്ടാ. മാസ്ക് ഇപ്പം ഇവിടെ പിഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പുറത്തു പോയി പിഴിഞ്ഞ് കാണിച്ചു തരാം. അതെ കണ്ടാ ഇങ്ങനെ വെള്ളം ഒഴുകുവാണ് എല്ലാത്തിനും. അത്രയും വെള്ളം ഇത് തുണി ആയതുകൊണ്ട് അതിൽ അറിയുന്നത്. ബാക്കിയൊന്നും അറിയുന്ന പോലുമില്ല. കണ്ടോ എല്ലാ സാധനങ്ങളും. എൻ്റെ ചാർജർ, എൻ്റെ പവർ ബാങ്ക്, ഞാൻ സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത്, എൻ്റെ പേഴ്സ് എല്ലാം തന്നെ കേട്ടോ. മൈക്ക്, എൻ്റെ സൺഗ്ലാസിൻ്റെത് മൊത്തം നനഞ്ഞിട്ടുള്ളത്. അവർ തന്നിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഇപ്പോൾ എനിക്കറിയില്ല, ഫോൺ ഇപ്പം എന്തായാലും ഓഫാവും. അപ്പോൾ ഇനി വെള്ളം എന്തായാലും കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചാർജ് ചെയ്യാനും പറ്റില്ല. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോവാ. ഈ വീഡിയോ ഞാൻ എപ്പോഴാണ് ഇടുക. എൻ്റെ ഫോണും കൂടെ പോയി കഴിഞ്ഞാൽ ശുഭം. പിന്നെ ഒന്നുമില്ല. എന്താ ചെയ്യാന്ന് തന്നെ എനിക്കറിയില്ല. വേറൊരു ഫോണുണ്ട്, ഈ ഒരു ഫോണുണ്ട്. അതിലും വെള്ളം കയറിയിട്ടുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. അതാണ് ഇപ്പോൾ അവസ്ഥ. സോ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ ഫോണിൽ 3% ഉള്ളൂ. ഇപ്പോൾ ഈ ഫോൺ ഓഫാവും. അത് ഓഫായി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ തന്നെ എവിടെയെങ്കിലും നിൽക്കേണ്ടി വരും. മഴയാണ്, പുറത്തും ചെറിയ ചാറ്റൽ മഴ എപ്പോഴും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുന്ന് പോകുന്നത്, എന്താണ് ചെയ്യുക, ഒരു ഐഡിയ ഇല്ല. ഞാനാകെ ഇതായിട്ട് കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. ഫോണും കൂടെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഇനിയിപ്പോൾ അടുത്തത് എന്താണ്, ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരിക്കും. ഫോൺ എന്തായാലും കുത്തിയിട്ട് ചാർജ് കയറിയാൽ മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അത് മാത്രമല്ല ചാർജ് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വാട്ടർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ടൈമിൽ വെള്ളം കയറിയ സമയത്ത് നമുക്ക് ഫോൺ കുത്താനും പറ്റില്ല. ഫോൺ മൊത്തത്തിൽ അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് മാത്രം ഓപ്ഷനുള്ളൂ. സോ അറിയില്ല എപ്പോഴാണ് ഞാനിനി വീഡിയോ എടുക്കുക എന്നുള്ളത്. ഇതായിരിക്കും ചിലപ്പോൾ അവസാനത്തത് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണെന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ പകുതി ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്കറിയില്ല അതിൽ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത്. ഞാൻ എൻ്റെ വേറെ ഫോണിലാണ് എടുക്കുന്നത്. അതങ്ങനെ ഒരു അത്യാവശ്യ യൂസിന് യൂസ് ചെയ്യുന്നതാണ്. വീഡിയോ എടുക്കാനൊന്നും യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ക്ലാരിറ്റി ഉണ്ടാവില്ല. ചെറിയൊരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. ഓല ഓല ഈ ഗ്രാമത്തിൽ എവിടെയും കറണ്ട് ഇല്ല കേട്ടോ. മൊത്തം ഇരുട്ടാണ്. അപ്പോൾ ആ ഒരു വീട്ടിൽ പോയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഞാൻ വിരിച്ചിട്ടു. അതിന് ശേഷം വേറൊരു കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വീട്ടിലേക്ക് വരാം, കൂടുതൽ സൗകര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊടുത്തേക്കുവാണ് കേട്ടോ. ഇതൊരു വലിയ വീടാണ്. അവരെന്തോ കാലിഫോർണിയയിൽ എന്തോ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അവരുടെ മകളും കാലിഫോർണിയയിലാന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവരവിടെ എന്താ പറയുക, ജനറേറ്റർ ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ശ്രമത്തിലാണ്. അത് ഓണാക്കി കഴിഞ്ഞാൽ ലൈറ്റ് വരും ഈ വീട്ടിൽ മാത്രം. അങ്ങനെ ഞാനാണെങ്കിൽ മൊത്തം നനഞ്ഞ്. ഞാനിപ്പോൾ അവർ തന്ന ഡ്രസ്സ് തന്നെ ഞാൻ ബാഗ് എടുത്തിട്ട് നടന്നപ്പോൾ എൻ്റെ മേലും നനഞ്ഞു. ബാഗ് ഇട്ടപ്പോൾ മൊത്തം നനഞ്ഞേക്കാം. സ്ലീപ്പ് ബാഗിലൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് ഇപ്പോഴും. ഞാനിപ്പോൾ എല്ലാം അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചൂടൊന്നും ഇല്ലല്ലോ, ഇവിടെ ഓൾറെഡി തണുപ്പാണ്. ഇപ്പോൾ 13 ഡിഗ്രിയൊക്കെയാണ്. അതുകൊണ്ട് അത് എത്രത്തോളം ഇതാവും എന്നറിയില്ല, ഉണങ്ങുമോയെന്ന് എനിക്കറിയില്ല. നാളെയും മഴയാണ് കാണിക്കുന്നത് വെതർ നോക്കിയപ്പോൾ.
അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. കറണ്ടും ഇല്ല, ഒന്നുമില്ല കേട്ടോ, നെറ്റ്വർക്ക് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നാളെ ആകുമ്പോഴേക്കും എല്ലാം റെഡി ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.